ഹലോ ഫ്രണ്ട്സ്, ഡി എ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഏട്ടതാ രാവിലെ നടക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ കൂടുതലുള്ള ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിട്ട് മുറ്റൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ നടക്കാൻ പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടി കടന്നിട്ടുണ്ട്. ദേവൂട്ടിന് സ്കൂളില്ലാത്ത ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഏട്ടൻ്റെ നടക്കലോ കഴിഞ്ഞ് ഏട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ബ്ലാക്കിക്കുള്ള ചോറ് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്യാണ് നമ്മൾ ചോറും ലിവറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വേവിക്കാറ്. ചോറിലെല്ലാം ബാധിക്കെത്തും. ചോറ് വേസ്റ്റ് ആക്കൂല അവള്. മറ്റേത് ഇങ്ങനെ നമ്മളല്ലാണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ചോറിലിട്ട് വേവിക്കുമ്പോൾ ആ ചോറിക്കും കൂടി അതിൻ്റെ ആ ഒരു രുചി കിട്ടുമല്ലോ. ബ്ലാക്ക് ഇവിടെ വെയിറ്റിംഗ് ആണേ. അപ്പോൾ അവൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ നടക്കാൻ പോയി വന്നാൽ ആദ്യം വരെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെയും ബ്ലാക്കിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് പിന്നെ പോകുന്ന സ്ഥലം ഞാൻ ഇപ്പോൾ കാണിച്ചു തരേ. ഈ പോകുന്നത് എങ്ങോട്ടാന്ന് കേട്ടോ. അപ്പം അതാ അത് ഞാൻ പറഞ്ഞില്ലേ എലി വരുന്നുണ്ട് രാത്രിന്ന്, അതിൻ്റെ ഇടയിൽ കൂടി വരുന്നതേ. അപ്പം അടുത്തതായിട്ട് പോണ സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. രണ്ടാളും നീറ്റിട്ടില്ല. ഇന്ന് ദേവുട്ടിന് സ്കൂളിൽ കേട്ടോ. നിക്കി ഉറങ്ങുന്ന ആളാണത്. രണ്ടുപേരും കൂടി ഒരു യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്നാണ് അത് എപ്പോഴും ഇവർക്ക് രണ്ടാളും അത് കണ്ട പണിയാണ്. അപ്പൊ അടുത്ത രണ്ടാൾക്കാർ നിക്കിയും പുലിയൊക്കെ. പക്ഷെ അവൻ നല്ല ഉറക്കാണ്. പക്ഷെ അനിമോൾ അങ്ങനെയല്ല കേട്ടോ. അനിമോൾ ഏത് ഉറക്കത്തിലായാലും വിളിച്ച് അപ്പച്ചിരിക്കും, സംസാരിക്കും ചെയ്യൂട്ടോ. അങ്ങനത്തെ ഉറങ്ങുന്ന ആള് ഉറക്കത്തിന് നീറ്റ ആളാണെന്ന് തോന്നിയല്ല കേട്ടോ. അവനിയേ അതാ ഒരു ഉറക്കത്തിന് നീക്കുന്ന കുട്ടിയാണ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണതേ. ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കും. ഇന്നലെ രാത്രി നല്ല മഴയായിട്ടേ ഇപ്പൊ കിടക്കാൻ നല്ല സുഖമാണ്. അതായത് രാവിലെ കിടക്കാൻ പ്രത്യേക സുഖമാണ്. ഞാനും ഇവിടെ കിടക്കാൻ എന്നിട്ട് ഇവരെടുത്ത് എണീറ്റോട്ടെ. ഞാൻ അടുക്കളേക്കും കയറട്ടെ കേട്ടോ. ഞാൻ അടുക്കളേക്ക് നിർത്തിയിട്ടില്ല. ഇവിടെ സ്കൂളില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയാണേ. അപ്പം ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് കുറച്ച് നേരം വൈകിട്ട് നീറ്റ് ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നീറ്റാണ്ട് വേഗത ഉള്ളൊക്കെ നടിച്ചു വരാൻ നിൽക്കുകയാണ്. രാത്രി കിടക്കാൻ പോകുമ്പോൾ സോഫയൊക്കെ വിരിച്ചിട്ടാണ് പോകല്. പക്ഷെ രാവിലെ തട്ടിക്കൊട്ടിയിലേക്ക് ഒരു സുഖം കിട്ടില്ല. അതിൽ എന്തെങ്കിലും ചാടിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതൊന്നും കൂടി തട്ടിക്കൊട്ടിയിട്ട് തിരുമ്പാൻ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ദേവന് സ്കൂളില്ലാത്തത് കൊണ്ട് കുളിച്ചിട്ടുണ്ട് അടുക്കളേക്ക് കയറാൻ വെച്ചിട്ട് വേഗം പുറത്തത്തെ പണികളൊക്കെ തീർക്കുകയാണ് കേട്ടോ. ആനിമോളെന്നാണ് ചെറിയ രീതിയിൽ എണ്ണ പോയിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ ഹാൻഡ് വാഷൊക്കെ തുടച്ചത്. എന്നിട്ടാണ് കേട്ടോ മൊത്തത്തിൽ തുടയ്ക്കാൻ നിന്നിട്ടുള്ളത്. മുറ്റടിച്ചാൽ ഓപ്പ ചെയ്യുന്നുണ്ട്. ആ പരിപാടിക്കില്ലേ ഓപ്പ വിളക്കൊക്കെ വെച്ച് ഇവിടെ നാമം ചൊല്ലിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ മക്കളെ കുളിപ്പിച്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൂളിയൊക്കെ കഴിഞ്ഞതാ ഈശ്വരന്മാരോട് നന്ദിയൊക്കെ പറഞ്ഞ് വേഗം രാവിലത്തേക്കുള്ള റെഡിയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ദോശയും ചട്നിയാണ്. ഇപ്പം നല്ല മഴക്കാറുണ്ട്. സമയം ഏകദേശം 8-9 മണിയായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇതൊന്നും തോന്നില്ല കേട്ടോ, നല്ല മഴക്കാറുണ്ടായതുകൊണ്ട്. അങ്ങനെ ഞാനതൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും ഇതാ ഏട്ടൻ്റെ മക്കളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടില്ല അനിമോൾ. പൊട്ടിച്ചു അനിമോൾ, പൊട്ടിച്ചു അനിമോൾ. ഈ കറി വെക്കാം. അപ്പൊ ചൂടുണ്ടായിരുന്നു. ഈ സൈഡ് ഈ സൈഡ് ചൂട് നിങ്ങളും ഞാനും ഇന്നിപ്പോൾ ഉഴുന്ന ദോശ ആയതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെതായ രീതിയിലൊക്കെ ചുട്ടിട്ട് പിന്നെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴാണ് വെയിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ മഴക്കാരൊക്കെ പോയിട്ടുണ്ട്, നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗത നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കിളീൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഈ നോക്കുന്നത്. അപ്പോൾ നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൽ ഒരു കിളി വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതിനൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് വിരിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആനിമോൾ വന്നാണ്ട് എന്നെ ഭരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെയല്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കണ്ട. അപ്പോൾ അവളെയും കൂടി എടുത്തിട്ട് ഞാൻ വേഗം അടുക്കളേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് മീൻകറിയാണ്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേവണ്ണ സ്കൂളും ഇല്ല, പിന്നെ ഏട്ടന് കോളൊന്നും വന്നിട്ടില്ല. ഏട്ടൻ കോള് വരുന്നതിനനുസരിച്ചാണ് കേട്ടോ പോവാറ്. അപ്പോൾ മക്കളും ഏട്ടനും കൂടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളും ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അല്ല ടോയ്സൊക്കെ നമ്മുടെ സോഫയിൽ കൊണ്ടുകൊണ്ട് നിരത്തിയിട്ടുണ്ട്. രണ്ടാളുള്ള പരിപാടി. ഇത് രണ്ടും ഞാൻ തന്നെ എടുത്തേക്കേണ്ടി വരും അല്ലേ? ഇപ്പൊ നിങ്ങൾ നിരത്തിയതൊക്കെ അറിഞ്ഞെടുത്തേക്കാ ഉറപ്പാ?
ചെക്കൻ്റെ മുടിയാണ് ഇല്ലേട്ടോ ആദ്യം. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഏറ്റവും ചെറുതിനൊരു കുഞ്ഞാനെ കാണിച്ചിട്ട്, ചെറിയൊരു കുട്ടീനെ. കുട്ടി എടുത്ത് കളിക്കുകയാണ് കുഞ്ഞാവ. ഇവളതാണ് ഈ ആനിമോൾ. ആര് ആനിമോൾ? എന്നിട്ട് ഇവിടെ ഡോക്ടറാണല്ലോ. ആനിമോളെ അച്ഛനെ പരിശോധിച്ചു. അച്ഛന് ജലദോഷമുണ്ട്. നിനക്ക് എന്താ അറിയാ? ഇന്നെ ആദ്യം പൊട്ടിക്കട്ടെ. ഞാൻ പോയാണ്ട് രാവിലെയൊക്കെ നല്ല മഴക്കാറായിട്ട് വേഗം അലക്കിയിട്ടത് ഭാഗ്യമായിട്ടെന്ന്. നല്ല വെയിലാണിപ്പോൾ. എന്താ ദൈവോ കൊളാക്കിയിട്ടുണ്ട് കുഞ്ഞിന്റെ മുടി. എങ്ങനെയാ കുട്ടി ആ സ്കൂൾക്ക് എന്തോരു കഷ്ടാണിത്. അപ്പൊ ഇവിടെ റെഡി ആക്കിട്ടോ, ഇവിടെ റെഡി ആയി ഇവിടെ വിട്ടിട്ടോ. എന്തൊക്കെ കാട്ടിക്കൂട്ടാവോ? നിങ്ങൾ രണ്ടാൾ തന്നെ എന്തിനാ കൂട്ടിട്ടാ പോയത്? കൊളായി ഇപ്പൊ കൊളായി. ഒരു യൂട്യൂബർ ഇല്ലേ, ആ യൂട്യൂബർ പോലല്ലേ നീ എങ്ങോട്ടില്ല? നിങ്ങൾ ആംഗ്ലേ പങ്കെടുത്തിനായിട്ട് ആനിമോളെ ഇപ്പൊ ഇങ്ങനെ നീക്കുമ്പോഴുണ്ട് മറ്റേത് ഇവിടെ ഇങ്ങനെ തച്ചോളി നോക്കട്ടെ. ഇവിടെ തൂങ്ങിക്കണോ അതൊക്കെ നോക്കട്ടെ. മുടി മുടി റെഡിയാക്കട്ടെ. അമ്മ ഇപ്പൊ കാട്ടി അതുപോലെ കാട്ടി ഞാൻ മുട്ടിക്കുന്നു. മുന്നേ ഭാഗത്തൊരു സാധനമില്ലേ, അതൊരു ട്രക്ക് ട്രക്ക് കിട്ടോ. സൈക്കിൾ കുഞ്ഞാക്ക് സൈക്കിൾ. അപ്പൊ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഇതൊന്നും വേണ്ട. അമ്മയ്ക്ക് ലിവർ ബ്ലാക്കിക്കുള്ള പാർട്സ് കഴിഞ്ഞിട്ടുണ്ടായി കൊണ്ടുവരണം കേട്ടോ. അമ്മയ്ക്ക് പഴം. അപ്പോൾ ദേവൂട്ടനെ മുടിയെട്ടിൽ കഴിഞ്ഞിട്ട് ഏട്ടന് കോള് വന്നപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. മമ്പാട് സൈറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോൾ ഉച്ചത്തേക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വേഗം അടിച്ചൊരു തുടയ്ക്കാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.